ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. എല്ലാറ്റിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും എല്ലാം പ്രയോജനമുള്ളതല്ല. എല്ലാറ്റിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും എല്ലാം ആത്മീയ വർധനവ് വരുത്തുന്നില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഒരു വിശ്വാസിക്ക് നിയമപരമായ അടിമത്തങ്ങളിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് പ്രയോജനമുള്ളതോ സഭയുടെയും സഹോദരങ്ങളുടെയും ആത്മീയ വർധനവ് വരുത്തുന്നതോ ആകണം എന്നില്ല. എന്റെ അവകാശങ്ങളെക്കാൾ പ്രധാനം മറ്റുള്ളവരുടെ ആത്മീയ നന്മയാണ് എന്നതാണ് ഈ വചനത്തിന്റെ കാതലായ അർത്ഥം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യം അവർ തങ്ങളുടെ ജഡിക മോഹങ്ങൾക്കായി ഉപയോഗിച്ചപ്പോഴെല്ലാം അത് അവർക്ക് നാശമായി മാറി. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചിതരായ ജനത്തിന് എന്തും ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർ അതുപയോഗിച്ച് ഇറച്ചിക്കായി ദുർമോഹം പൂണ്ട് കരഞ്ഞു. ദൈവം അവർക്ക് കാടപ്പക്ഷികളെ നൽകിയെങ്കിലും ആ ഭക്ഷണം അവർക്ക് പ്രയോജനകരമായില്ല. അത് അവരുടെ വലിയ നാശത്തിന് കാരണമായി. സ്വാതന്ത്ര്യം ആത്മീയ നിയന്ത്രണം ഇല്ലാതെ ഉപയോഗിച്ചാൽ അത് ശാപമായി മാറും എന്നതിന്റെ പഴയ നിയമ ദൃഷ്ടാന്തം ആണിത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള വിവരണം നൽകിയിരിക്കുന്നു. യേശു തന്റെ ജീവിതത്തിലൂടെയും ഉപദേശത്തിലൂടെയും ഈ തത്വം കൃത്യമായി കാണിച്ചു തന്നിരുന്നു. താൻ ദൈവപുത്രനായതുകൊണ്ട് ആലയ നികുതി കൊടുക്കാൻ കടപ്പെട്ടിട്ടില്ലാതിരുന്നിട്ടും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് യേശു അത്ഭുതകരമായി നികുതി പണം നൽകിയതായി മത്തായി സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ അവകാശത്തേക്കാൾ മറ്റുള്ളവരുടെ ആത്മീയ നിലയ്ക്കാണ് യേശു മുൻഗണന നൽകിയത്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണമെന്നും മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനും തന്റെ ജീവനെ വീണ്ടെടുപ്പ് വിലയായി നൽകുവാനും അത്രേ വന്നത് എന്ന് യേശു പഠിപ്പിച്ചിരുന്നു. വിശുദ്ധ പൗലോസ് ഈ വചനം ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉദ്ധരിക്കുവാൻ കാരണം എന്താണോ? കൊരിന്ത് സഭയിലെ ചിലർ വിഗ്രഹം വെറും ഒരു കല്ലാണ്, അതുകൊണ്ട് വിഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഭക്ഷണം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിച്ചിരുന്നു. വിശുദ്ധ പൗലോസ് അവരുടെ മുഖത്ത് നോക്കി ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നത് ശരി തന്നെ, പക്ഷേ ആ പ്രവൃത്തി നിങ്ങൾക്ക് ആത്മീയമായി ഒരു പ്രയോജനവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ നോക്കി പഠിക്കുന്ന ബലഹീനരായ മറ്റു വിശ്വാസികളെ അത് പാപത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നു. അത് സഭയുടെ ആത്മീയ വർധനവിനെ തകർക്കുകയും തടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വാർത്ഥമായ സ്വാതന്ത്ര്യത്തെ സ്നേഹത്തെ പ്രതി നിയന്ത്രിക്കുക. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില ആത്മീയ സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും താഴെ പറയുന്നവയാണ്. ഒന്ന്, ഒരു കാര്യം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ടോ അഥവാ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, അത് എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം. ഉദാഹരണത്തിന് വിനോദങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗം തുടങ്ങിയവ അവകാശമല്ല, പ്രയോജനമാണ് ഒരു ക്രൈസ്തവ വിശ്വാസി പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. രണ്ട്, എന്റെ ഒരു പ്രവൃത്തി അത് പാപം അല്ലെങ്കിൽ പോലും മറ്റൊരു സഹോദരന് ഇടർച്ച ഉണ്ടാക്കുന്നു എങ്കിൽ ആ സഹോദരനെ ഓർത്ത് അത് ഉപേക്ഷിക്കാൻ തക്കവണ്ണം വിശാലമായ ഒരു ഹൃദയം നമുക്കുണ്ടാകണം. സഹോദരന്റെ ആത്മീയ വളർച്ചയായിരിക്കട്ടെ നമ്മുടെ മുൻകരുതൽ. മൂന്ന്, ക്രൈസ്തവ സ്വാതന്ത്ര്യം എന്നത് സ്വാർത്ഥതയ്ക്കുള്ള ഒരു ഇടമല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹത്തോടെ കെട്ടിയുറപ്പിക്കാനുള്ളതാണ്. സ്നേഹമാണ് ക്രൈസ്തവ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന നിയമം. ചുരുക്കത്തിൽ, ചെയ്യുവാൻ അനുവാദമുള്ളതെല്ലാം ചെയ്യേണ്ടവയല്ല. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ആത്മീയ തകർച്ചയ്ക്കോ മറ്റുള്ളവരുടെ വീഴ്ചയ്ക്കോ കാരണമാകരുത്, മറിച്ച് അത് സഭയുടെ ആത്മീയ വർധനവിന് കാരണമാകണം. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.